അപ്പോൾ ചേട്ടൻ ഈ കുറച്ച് ദിവസം മാത്രമേ നമ്മളെ വീഡിയോസിലൊക്കെ കാണാൻ പറ്റുള്ളൂ. മാക്സിമം ഒരാഴ്ചയിൽ. അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോവും. പിന്നെ പറ, ചേട്ടന് വല്ലതും പറയണ്ടെങ്കിൽ പറ. ഞാൻ ഇനി ഒരാഴ്ച കൂടി ഉണ്ട് ലക്കിക്കൂട്ടിനെ കാണാൻ പറ്റും. ഞാൻ അടുത്ത ലീവിന് എപ്പം കിട്ടുമെന്ന് അറിയില്ല. പിന്നെ ലക്കിക്കൂട്ടപ്പോൾ എന്നോട് നല്ല ഫ്രണ്ടായല്ലോ, നല്ല അടുപ്പമായി എൻ്റെ അടുത്ത്. ഞാൻ പോകുമ്പോൾ ഇനി എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ പിന്നെ നമ്മൾ ശ്രീധനം പാട്ട് നിങ്ങൾ ഇത്രത്തോളം വിജയിപ്പിച്ചല്ലോ, അത് ഒത്തിരി സന്തോഷമുണ്ട്. ഇനിയുള്ള പാർട്സൊക്കെ നമ്മൾ മാക്സിമം നേരത്തെ ഇടാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ കഴിഞ്ഞ് നമ്മളൊരു വ്ലോഗ് ഉണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ വീഡിയോ. അതിൻ്റെ പാർട്ട് 1 നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2ാം പാർട്ടാണ്. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് വായിക്കട്ടെ. ദേവിക ജ്യോതിക ചോദിച്ചിരിക്കുകയാണ്, ചേച്ചി അതിനു മുമ്പ് ലക്കി ഫാമിലി പുതിയ ലക്കി അത് പറഞ്ഞില്ല, നമ്മൾ അവർ ക്ഷണിച്ചില്ലല്ലോ നമ്മൾ വീട്ടിലോട്ട്. മറന്നുപോയി. അപ്പൊ എല്ലാരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ലക്കി ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോ ആണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മറന്നുപോയി. ഏതാണ്? സോറി. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ കിടക്കാം. ദേവിക ജ്യോതിക ചോദിച്ചിരിക്കുകയാണ്, ചേച്ചിയും ചേട്ടനും ഫാമിലി പൊളിയാണ്. ചേട്ടൻ ചേച്ചിക്ക് കൊടുത്ത ഫസ്റ്റ് സർപ്രൈസ് എന്താണ്? ചേച്ചി തിരിച്ചു. ചേട്ടൻ എനിക്ക് തന്ന സർപ്രൈസ് എന്താണ്? എനിക്ക് തന്ന സർപ്രൈസ് എന്താണെന്ന് ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ കൊടുത്തതാടുതാ ഇത്. അടുത്ത ആനി ജോൺ ചോദിച്ചിരിക്കുന്നത്, ചേച്ചിയുടെ ഹെയർ സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്, ചെയ്തിട്ടുണ്ട്. പ്രഗ്നന്റ് ആവണേന് മുന്നേ ചെയ്തിട്ടുണ്ട്. മാരേജ് പിക്കിൽ കേർലി ആയിരുന്നു, അതാ ചോദിച്ചേ. സീക്രട്ട് ഓഫ് ചേച്ചീസ് ഹെയർ ഗ്രോത്ത്. ഇതെൻ്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനങ്ങനെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരു പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ വെളിച്ചെണ്ണ, കാച്ചിയ വെളിച്ചെണ്ണ അതങ്ങനെ ഉപയോഗിക്കും, അല്ലാതെ വേറെ ഒന്നും കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കാറില്ല. അടുത്ത ലത MP ചോദിച്ചിരിക്കുന്നത്, നിങ്ങളുടെ സ്ത്രീധന സീരീസ് എനിക്ക് വലിയ ഇഷ്ടമാണ്. ക്വസ്റ്റ്യൻ എല്ലാം പറഞ്ഞതാണ്. നിങ്ങൾ നാഷ്വാസ് ലിറ്റിൽ വേർഡ് ചോദിച്ചിരിക്കുന്നത്, നിങ്ങൾ കപ്പിൾസ് ആണോ? ആണ്. ആൻ മേരി ജോസഫ് ചോദിച്ചിരിക്കുന്നു, വെഡ്ഡിങ് കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 3 വർഷം കഴിഞ്ഞു. ലവ് മാരേജ് ആണോ ചേച്ചി? ലവ് മാരേജ് ആണ്. ബേബിയുടെ നെയിം എന്താ? ബേബിയുടെ നെയിം ലക്കി. ചേച്ചിയുടെ ഏജ് ഏട്ടൻ്റെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് 23, ചേട്ടന് 26 വയസ്സ്. നിങ്ങളെ കാണാൻ സൂപ്പറാണ്, നിങ്ങൾ ഒരുപാട് ഇഷ്ടം. താങ്ക് യു. അടുത്ത റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. 30 ഡോണ ബാബു ചോദിച്ചിരിക്കുന്ന, ഇപ്പോഴും ചേച്ചിയുടെ പാരൻസ് മിണ്ടില്ലല്ലോ നിങ്ങളോട്, ഇപ്പോഴും പ്രോബ്ലം തന്നെയാണോ? അതൊക്കെ പറഞ്ഞിരുന്നു. മേഘ ചോദിച്ചിരിക്കുന്നത്, ലക്കിക്ക് ഏത് റിലീജിയനാണ് ഇടുന്നത്? ലക്കി ക്രിസ്ത്യൻ റിലീജിയൻ, ക്രിസ്ത്യനാണ്. ചുമ്മാ ചോദിച്ചതെന്ന് മാത്രം. എല്ലാ ബ്ലോഗും ഫോളോ ചെയ്യാം. സൗണ്ട് കാര്യം ഒരു വെളിയിൽ അപ്പുറത്ത് ഒരു പുതിയ വീട് വയ്ക്കുന്നുണ്ട്. അപ്പൊ അവിടെ പണിയാണ്, അതുകൊണ്ടിട്ടാണ് സൗണ്ടിന്റെ വിഷയം വരുന്നത്. പുറത്തിരുന്നാലേ ലക്കിക്കൂട്ടം കരയാതിരിക്കുള്ളൂ. അകത്താണെങ്കിൽ അവൻ കരയും. അവന് പുറത്തുള്ള കാഴ്ചകൾ കണ്ടോണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഒന്ന് പുറത്തിരുന്നേ കേട്ടോ, ഈ സൗണ്ടൊക്കെ വരുന്നത്. ആയിഷ ചോദിച്ചിരിക്കുന്നു, പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനില്ല എന്ന് പറയുന്ന കുട്ടി. എന്നിട്ട് ചോദിച്ചു, എങ്കിലും 500K ഫാമിലി ആയില്ലേ, എന്ത് തോന്നുന്നു? വളരെ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൂടെയാണ് ഞങ്ങൾ 500K ആയത്. എല്ലാം വളരെ സപ്പോർട്ടുണ്ട്. നിങ്ങളാണ് ഇത്രത്തോളം ഞങ്ങൾ കൊണ്ട് എത്തിച്ചത്. വളരെ നന്ദിയുണ്ട്. എല്ലാവരോടും എന്നും നന്ദിയും കടപ്പാടും ആയിരിക്കും.
അടുത്ത് ഹസൻ ചോദിച്ചിരിക്കുന്നു, ചേട്ടൻ്റെ അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഭാവം എന്നോടാണോ ചോദിച്ചത് അതോ ചേട്ടനോടാണോ ചോദിച്ചത്? ചേട്ടൻ്റെ അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല ഫ്രണ്ട്ലി ആണ്, അപ്പം അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്വഭാവം എന്ന് പറയുന്നത്. എന്ത് കാര്യത്തിനും കൂടെ നിൽക്കും, മനസ്സിലാക്കും, അങ്ങനെയാണ് ഒരു ഫ്രണ്ടാണ്. ചേട്ടൻ എന്താ ചേട്ടൻ്റെ അമ്മയുടെ സ്വഭാവം പറ. നീ പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. അച്ഛനായാലും അമ്മയായാലും അങ്ങനെ തന്നെയാണ്. രണ്ടുപേരും അതേപോലെ. ഞങ്ങൾ രണ്ടുപേരെയും, എന്നെയും കിച്ചുവിനെയും കുഞ്ഞോളോട്ടെ ആ രീതിക്കാണ് ഞങ്ങൾ വളർത്തിയത്. ഒരു ഫ്രണ്ടിനെ പോലെ. അച്ഛനൊക്കെ ഞങ്ങളുടെ അടുത്ത് ഇടപെടുന്ന പക്ഷേ ഒരു ഫ്രണ്ടിനെ പോലെയാണ്. എന്താവശ്യം ഉണ്ടെങ്കിൽ ഉടനെ അത് നടത്തി തരിക കേട്ടോ. അടുത്ത് അയാൾ തന്നെ ചോദിച്ചിരിക്കുകയാണ്, ചേട്ടനിൽ ഉള്ള ഒരു പോസിറ്റീവ് കാര്യം. ചേട്ടനുള്ള ഒരു പോസിറ്റീവ് കാര്യം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത് ക്ഷമയാണ് പുള്ളിക്കാരൻ്റെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. അടുത്ത് ചേച്ചിയുടെ ഫാമിലിയെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ, അങ്ങനെ ചോദിച്ചിരിക്കുന്നത്. ലക്കി ഫാമിലിയിലെ എല്ലാവരും ഒത്തിരി ഇഷ്ടമാണ്. ഓക്കെ, താങ്ക് യു. പിന്നെ ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പോഴും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടില്ല, അതാണ് ഈ ഒരു കുഴപ്പം. അത് കുഴപ്പമില്ല, എല്ലാവരും ക്വസ്റ്റ്യൻ വായിച്ചു. ആർക്കും വിഷമം വരാൻ പാടില്ല. അവരെ ക്വസ്റ്റ്യൻ വായിച്ചില്ല, എല്ലാവരെയും നമ്മളെ സബ് തന്നെയാണ്. അടുത്ത പൊന്നൂസ് വ്ലോഗ് ചോദിച്ചിരുന്നു, കിച്ചു ചേട്ടൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും നെയിം എന്താ? കിച്ചു ചേട്ടൻ്റെയും നമ്മളെ അച്ഛൻ്റെ അമ്മയുടെ നെയിമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. കിച്ചുവിന് പ്രത്യേകിച്ച് അച്ഛനും അമ്മയില്ല. കിച്ചുവിന്റെ സ്വന്തം തന്നെയാണ്. അമ്മയുടെ പേര് അനിത, അച്ഛൻ്റെ പേര് സത്യം. ഇനി ദത്തെടുത്തതാണോ എന്ന് അറിഞ്ഞൂടാ കിച്ചുവിനെ. ഇടയ്ക്ക് അതിന്റെ പേരിൽ ഇവിടെ അടിയൊക്കെ ഉണ്ട് കിച്ചു ചേട്ടൻ തമ്മിൽ. ചേച്ചിയുടെയും ചേട്ടൻ്റെ ഏജ് സെയിം ആണോ? അല്ല. ബേബിയുടെ ശരിക്കുള്ള നെയിം എന്താണ്? അവന് നമ്മളെ സ്കൂൾ നെയിം ആഷിഖ് എന്നാണ്. കിച്ചു ചേട്ടൻ എന്താണ് ജോബ്? കിച്ചുവിന്റെ ജോബിന്റെ കാര്യമൊക്കെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു. ജോലിയൊന്നുമില്ല, ചൊറിയും കുത്തി വീട്ടിൽ ആർക്കെങ്കിലും ഇത് കണ്ടുപറഞ്ഞ എന്തെങ്കിലും ജോലി തരാൻ തോന്നിയല്ല ചിലപ്പോ. മെയിൻ അംബീഷൻ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. ടിക്ടോക്ക് താരം വരണം ആദ്യം. അത് പോയിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഇത് കാണുന്ന ആരെങ്കിലും ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നമ്മുടെ കിച്ചുവിനും അവസരങ്ങൾ കൊടുക്കുക, അല്ലേ ചേട്ടാ? കിച്ചു ക്യാമറയുടെ പുറകിലുണ്ട്. നമ്മുടെ മെയിൻ താരമാണ് കേട്ടോ. ഇനി ഞാൻ പോയി കഴിഞ്ഞാൽ അടുത്ത താരം ഇനി ക്യാമറ മുന്നിൽ വരുന്ന അവനാണ് കേട്ടോ. ഞാനുള്ളതുകൊണ്ടാണ് പിന്നെ അവൻ ക്യാമറയ്ക്ക് പുറകിൽ വരുന്നത്, മുന്നിൽ വരാൻ ആവശ്യമില്ല. അടുത്ത ഐശ്വര്യ ജി ചോദിച്ചിരിക്കും, ചേച്ചിയുടെ ഗ്ലാമറിന്റെ രഹസ്യം. ഒരാളെങ്കിലും ചോദിച്ചല്ലോ ഗ്ലാമറിന്റെ രഹസ്യം എന്ന്. ഒരു ഡയലോഗ് ഉണ്ടല്ലോ, കൊഞ്ചം ഹാപ്പിയാ വെച്ചിരിക്കുക, അതാണ് സൗന്ദര്യത്തിന്റെ രഹസ്യം. നമ്മുടെ വെഡിങ് ആനിവേഴ്സറി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആര് ചോദിക്കുന്നത്? മുസ്തഫ ചോദിച്ചിരിക്കുകയാണ്. നമ്മുടെ വെഡിങ് ആനിവേഴ്സറി സെപ്റ്റംബർ 13 തീയതിയാണ്. 2018 മാരേജ് കഴിഞ്ഞത്. അടുത്ത ദിയ ചോദിച്ചിരിക്കുന്നു, ഇനിയെങ്കിലും ചേട്ടൻ്റെ അമ്മയ്ക്ക് നെഗറ്റീവ് റോൾ കൊടുക്കല്ലേ പ്ലീസ് എന്നാണ് പറയുന്നത്. നമുക്ക് അടുത്ത സീരീസിൽ നമുക്ക് നോക്കാം. ഇത് എൻ്റെ ആയിട്ട് സമയമായിട്ടുണ്ട്. അപ്പൊ അടുത്ത സീരീസിൽ നോക്കാം കേട്ടോ. എന്റർടൈൻമെന്റ് ചോദിച്ചിരിക്കുന്നു, ചേട്ടൻ ആർമിയിൽ ഏത് പോസ്റ്റ് ആണെന്ന് ചോദിച്ചിരിക്കുകയാണ്. അടുത്ത് ഹംദൽ ഷെറീഫ് ചോദിച്ചിരിക്കുന്നു, ഫേവറേറ്റ് കപ്പിൾ ആരാണ് എന്നാണ്. ഇൻസ്റ്റഗ്രാമിലാണോ യൂട്യൂബിലാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഫേവറേറ്റ് കപ്പിൾ ആര് മനസ്സിലായില്ല. ഇഷ്ടപ്പെട്ട യൂട്യൂബർ ആരാണ്? നമുക്ക് എല്ലാവരെയും ഇഷ്ടമാണ്. എല്ലാവരും നന്നായിട്ടൊക്കെ തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. നമ്മളും എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇഷ്ടമാണ്. ഫാമിലി ഫുൾ സപ്പോർട്ടാണ്. നിങ്ങൾ നമ്മളെ വീഡിയോസ് ഒക്കെ കാണുന്നില്ലേ? അപ്പോൾ അത് അവരുടെ സപ്പോർട്ട് കൊണ്ടിട്ടും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടിട്ടാണ് നമ്മുടെ ചാനൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അതാണ് ഇപ്പൊ കൊച്ചു ഫാമിലി ആയിട്ട് ഇപ്പൊ വലുതായി.
5 ലക്ഷം കഴിയാറായി. കഴിഞ്ഞു. പിന്നെ സനു വേൾഡ് ചോദിച്ചിരിക്കുന്നത് ശ്രീധരൻ പാട്ട് വേഗം ഇടണം, കട്ട വെയിറ്റിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. എന്താ എല്ലാം റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. പുഷ്പലത ചന്ദ്ര ചേച്ചിയുടെ നെയിം എന്താണ്? എൻ്റെ നെയിം ഇതുവരെ ആർക്കും ആതിര എന്നാണ് എൻ്റെ നെയിം. അനിയൻ്റെയോ? അനിയൻ്റെത് ശരത്ത്, കിച്ചു എന്ന് വിളിക്കും. എല്ലാവർക്കും ഒരു കാര്യം തന്നെയാണ് ചോദിക്കാനുള്ളത്. അനാമിക ജോഷിയും ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ലവ് വീട്ടിൽ അറിഞ്ഞപ്പോൾ എന്തായിരുന്നു പാരൻസിന്റെ റിയാക്ഷൻ? എല്ലായിടത്തും ഉള്ള പോലെ തന്നെയായിരുന്നു പാരൻസിന്റെ റിയാക്ഷൻ അല്ലേ ചേട്ടായി? പെട്ടെന്ന് സമ്മതിച്ചില്ല കേട്ടോ. ലക്കിക്ക് എന്താ പറയണ്ടെന്ന് പറയുന്നുണ്ട്. ലക്കിയെ ഇതുപോലെ ക്യാമറയിൽ കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നില്ല, വീഡിയോസിലൊന്നും കാണിക്കുന്നില്ല എന്നായിരുന്നു എല്ലാവരുടെയും പരാതി. അത് കണ്ടോളൂ, നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ പുള്ളിക്കാരൻ ഉറക്കത്തിലാണ്. പിന്നെ ഉറങ്ങി കിടക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇത്തിരി കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര കുറുമ്പ് കാണിച്ചോണ്ടിരിക്കും. അടുത്ത മൂവി ക്ലിപ്സ് ചോദിച്ചിരിക്കുന്ന ചേച്ചിയുടെ ഫാമിലിയെ പറ്റി പറയണം. എൻ്റെ ഫാമിലിയെ പറ്റി ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്തുള്ള അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. ഇപ്പോൾ നടക്കുന്ന സ്ത്രീധനം എന്ന് പറഞ്ഞതിൽ ചേച്ചിയുടെ ഹൗസ് തന്നെയാണോ? അത് നമ്മുടെ ഇവിടത്തെ നമ്മുടെ അമ്മൂമ്മയുടെ വീടാണത്. അതിൽ കാണുന്ന ആ 2 ആൾക്കാര് അമ്മൂമ്മയും അപ്പൂപ്പനുമാണ്. ചേട്ടൻ ഇത്രയും നാൾ എവിടെയായിരുന്നു? ഇത് ന്യൂ സബ്സ്ക്രൈബർ ആണെന്ന് തോന്നുന്നു, അതാണ് ഇത്രയും സംശയം വന്നത്. ചേട്ടൻ ഇത്രയും നാൾ എവിടെയായിരുന്നു? ചേട്ടൻ ജോബിലായിരുന്നു. എവിടെയായിരുന്നു ചേട്ടാ പറ? യുപിയിലായിരുന്നു. മാരേജ് കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 3 വർഷം കഴിഞ്ഞു. പറഞ്ഞില്ല. മൂവി ക്ലിപ്സ്. അടുത്ത് സഫ്ന ഫൈസൽ റസാൻ ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു? അതെ, ആ സ്റ്റോറി ഒന്ന് പറയും. നമ്മുടെ ലവ് സ്റ്റോറി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ വീടിന്റെ താഴെ ഈ വീടിന്റെ താഴെ അതിന്റെ ലിങ്ക് കൊടുത്തിരിക്കാം. സ്ത്രീധന പാർട്ട് എപ്പോഴാ ഇടുക എന്നൊക്കെ ചോദിച്ചിരിക്കുന്ന ഉമാസ് ക്രാഫ്റ്റ് ഗാലറി. അടുത്ത റൈഡർ ഗുഡ്സ് ചോദിച്ചിരിക്കുന്നു സ്ത്രീധനം എന്ന വിഷയത്തിൽ ചെയ്ത വീഡിയോ നിങ്ങളുടെ റിയൽ ലൈഫ് സ്റ്റോറി ആണോ? റിയൽ ലൈഫ് സ്റ്റോറി ഒന്നും അല്ല. ഇന്നൊരു കൊച്ചു ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു ഇരിപ്പുണ്ട്, നമ്മളെ കൂടെ കഥ എഴുതുന്ന ആളതാ ഇരിപ്പുണ്ട്, ക്യാമറയുടെ പുറകിലാണ്. സ്ത്രീധനം എന്നാ ഇല്ല, നമ്മൾ അങ്ങനെയൊന്നും അല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് ചെയ്യോ? ഒരിക്കലും ചെയ്യൂല. എല്ലാരും അതിൽ തന്നെ ഒതുങ്ങുമായിരുന്നു അല്ലേ? അതൊരു സ്റ്റോറി, അതിനകത്തൊരു കഥാപാത്രങ്ങൾ തന്നെ ചോദിച്ചിരിക്കുകയാണ്. ഐ മീൻ ചേച്ചിയുടെയും ചേട്ടൻ്റെ ലവ് സ്റ്റോറി മാത്രം. ആ ലവ് സ്റ്റോറിയിൽ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെടും, അല്ലാതെ സ്ത്രീധനത്തിലുള്ള ആദ്യത്തെ പാർട്ടൊന്നും നമ്മളെ റിയൽ ലൈഫായിട്ട് യാതൊരു ബന്ധമില്ല. പിന്നെ നമ്മൾ ആ കഥാപാത്രങ്ങൾക്ക് രൂപം കൊടുത്തു, നമ്മളതിനെ സൃഷ്ടിച്ചു, പറ്റുന്ന രീതിയിൽ നമ്മൾ അവതരിപ്പിക്കുന്നു. എല്ലാവരും ചോദിക്കുന്നുണ്ട് ക്യാമറയിലൊക്കെയാണ് വീഡിയോ എടുക്കുന്നതെന്ന്. എല്ലാവരും ഡൗട്ട് ഉണ്ടായിരുന്നു മെസ്സേജിൽ. ക്യാമറയിലൊന്നുമല്ല, ഫോണിൽ തന്നെയാണ് എല്ലാ വീഡിയോസും. ഇപ്പോൾ ഈ ബ്ലോഗ് എടുക്കുന്നതും ഫോണിൽ തന്നെയാണ്. അതുകൊണ്ട് സൗണ്ടിൻ്റെ ഒക്കെ കുറച്ച് പ്രോബ്ലം ഉണ്ട്. അടുത്ത് വൈകാലക്ഷ്മി ചോദിച്ചിരിക്കുന്നു നിങ്ങളുടെ വീട് എവിടെയാണ്? നമ്മളുടെ വീട് ട്രിവാൻഡ്രം. ചേട്ടന്റെ പേരെന്താണ്? ചേട്ടൻ സന്ദീപാണ്. ചേട്ടൻ റിയലി പട്ടാളക്കാരനാണോ? ആണ് കേട്ടോ. അതിപ്പോ നിങ്ങൾക്ക് ഒരാഴ്ച കൂടി കഴിയുമ്പോൾ മനസ്സിലാവും കേട്ടോ. പിന്നെ എനിക്ക് കാണില്ല അടുത്ത ലീവ് വരുന്നത്. അടുത്ത നീ എപ്പോ വരുമെന്ന് അപ്പോഴാണ്. ഉണ്ണിയുടെ പേരെന്താണ്? ഉണ്ണിയുടെ പേര് ലക്കി. ലവ് സ്റ്റോറി വീഡിയോ ചെയ്യോ? ലവ് സ്റ്റോറി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് നോക്കുക. അടുത്ത അനിഷ്മ RA രേഷ്മ ചോദിച്ചിരിക്കുന്നു ഫേവറേറ്റ് യൂട്യൂബർ. നമ്മൾ എല്ലാ യൂട്യൂബറെയും ഇഷ്ടമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എല്ലാവർക്കും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചേച്ചിയുടെ പേരെന്താ? എൻ്റെ പേര് ഞാൻ പറഞ്ഞത്. ഫേവറേറ്റ് ആക്ടർ, എനിക്ക് ഫേവറേറ്റ് ആക്ടർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ. എല്ലാരും ഇഷ്ടമാണ്, ഇത്തിരി കൂടുതൽ. ഒരു ഹായ് പറയാന്ന് ചോദിച്ചിരിക്കുന്നു ആ കുട്ടി അനീഷ്മ. ഹായ്.
ആ ലക്കി ഹയർ. അടുത്ത അനുഷ ചോദിച്ചിരിക്കുന്നത് ചേട്ടൻ പട്ടാളത്തിൽ ഏത് ഫീൽഡാണ്? ജിഡിയാണ് കേട്ടോ. ചേട്ടന് ചേച്ചിയിൽ ഇഷ്ടപ്പെട്ട സ്വഭാവം? എന്റെ ഇഷ്ടപ്പെട്ട സ്വഭാവം ഇപ്പോഴെങ്കിലും പറയാം. പറഞ്ഞു പറയാട്ടോ മന്ദബുദ്ധി തന്നെ ഒന്നും. കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞില്ല. എന്റെ ചെപ്പട്ടില്ല. പറ എന്റെ ഇഷ്ടപ്പെട്ട സ്വഭാവം ഏതാണ്? മന്ദബുദ്ധി തന്നെ ഒന്ന് പറയാട്ടോ. ആരെടുത്ത് എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണോ? ഓ ചേട്ടൻ എടുത്ത് ചോദിക്കുന്നേ. അത് പറഞ്ഞില്ല, ഇത് എൻ്റെ കൂടെ എല്ലാ ഇന്നും കൂടെ നിൽക്കും കേട്ടോ. എനിക്ക് ആ ഒരു ഇത് എനിക്ക് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യും എല്ലാ കാര്യത്തിലും. എന്ത് അടുത്ത ക്വസ്റ്റ്യൻ പറയാം. ആണെങ്കിലും ചേട്ടൻ്റെ കഥ പറഞ്ഞ് തീരൂല. അടുത്ത ക്വസ്റ്റ്യൻ പറ. ലിപ് ഈറ്റിംഗ് ചോദിച്ചിരിക്കുന്നത് സ്കൂൾ ലൈഫ് ബേസ്ഡ് വീഡിയോസ് ചെയ്യും. ചെയ്യാല്ലേടാ കൊച്ചു? സ്കൂൾ ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ അങ്ങനത്തെ ചെറിയ സ്റ്റോറി പോലത്തെ വീഡിയോസ് ഒക്കെ പോലത്തെ ചെയ്യേണ്ടി ചിലപ്പോ ഉദ്ദേശിച്ചത്. ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടല്ലോ. ഇൻസ്റ്റാഗ്രാമില് നമ്മളൊരു കോളേജ് അല്ലേ ആ ഒരു സംഭവം. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് കയറി നോക്കിയാൽ എൻ്റെ ചേച്ചിയുടെ പേജ് കയറി നോക്കിയാൽ മതി. അങ്ങനത്തെ കുറച്ചൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ കയറി വാച്ച് ചെയ്താൽ മതി. അടുത്ത വിഷ്ണുപ്രിയ ചോദിച്ചിരിക്കുന്ന നിങ്ങളിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ക്ഷമയുള്ളത്? ചേട്ടനാണ് ക്ഷമയുള്ളത്. ചില കാര്യങ്ങളിൽ ഭയങ്കര ക്ഷമ, ചില കാര്യങ്ങളിലൊട്ടുമില്ല, എന്നാലും ക്ഷമയുണ്ട്. കിച്ചു ചേട്ടനെയും സന്ദീപ് ചേട്ടനെയും അടി ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ എന്ത് കാര്യത്തിനാണ്? ഡ്രസ്സിനായിരിക്കും അല്ലേ കിച്ചു? അടി ഉണ്ടാക്കില്ലല്ലോ. ചിലപ്പോ ഒക്കെ കാണാം, അത് ഡ്രസ്സിനൊക്കെ ആയിരിക്കാം ചിലപ്പോ. എൻ്റെ ഡ്രസ്സ് എടുത്തോണ്ട് പോയിട്ട് ചേട്ടൻ നനച്ചിടൂല, അതെനിക്ക് ദേഷ്യം വരും. അങ്ങനെ എൻ്റെ വീട്ടോണ്ട് പോയ ഡ്രസ്സ് നനച്ചിടൂല, അതിന് അടിയാവണം, അല്ല വേറെ അടിയാവണം. ഞാനിവിടെ ലീവിന് പിന്നെ തിരിച്ചു പോയി കഴിയുമ്പോൾ അടുത്ത ലീവിന് തിരിച്ചു വരുമ്പോൾ ഇവിടെ ഞാൻ ഒറ്റ തുണി വരെ എൻ്റെ ഡ്രസ്സൊന്നും കാണൂല, ഷർട്ടൊന്നും. അവര് പറ വെറുതെ അങ്ങനെയല്ല, എപ്പോഴാണ് ഇല്ലാതിരുന്നേ? ചേട്ടാ ഓരോ ലീവിന് വരുമ്പോഴും തുണി എടുക്കും, അത് അപ്പോഴത്തേന് അങ്ങനെ ഇടും. പിന്നെ ഒരാഴ്ച ആ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ട് അത് നനയ്ക്കൂല, പിന്നെ എന്റെ ഡ്രസ്സ് എടുത്തിടാൻ തുടങ്ങും. അത് അങ്ങനെ ഇട്ട് അതിനെ ഇല്ലാതാക്കണ രീതിയിൽ ഇട്ടോണ്ടേ നടക്കും. ഇട്ട് എന്നിട്ട് അടുത്ത ലീവിന് വരുമ്പോ അപ്പോഴും വാങ്ങിക്കാലോ. അതുകൊണ്ട് ഇതിന്റെ മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ മീൻ പിടുത്തം. മീൻ പിടിക്കാൻ പോകുമ്പോഴായിരുന്നാലും മീൻ പിടിക്കാനൊക്കെ പോകുമ്പോ ആ ഡ്രസ്സ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നേ. ഇത് ഫോണ് ഹീറ്റ് ആകുമ്പോൾ താനെ ഓഫ് ആവുന്നതാണ്, അതുകൊണ്ടാണ് അടുത്ത വീഡിയോ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. പറ കേട്ടോ, നീ മീൻ പിടിച്ചോണ്ടിരുന്ന എന്തോന്ന് ലാസ്റ്റ് പറഞ്ഞു? പിടിക്കാൻ പോകുന്ന ആ ഒരു ഇതേ ഉള്ളൂ കേട്ടോ, ആ ഒരു ക്രൈസേ ഉള്ളൂ. കഴിക്കാറില്ല, ഭയങ്കര ഇഷ്ടമാണ്. എപ്പോൾ വിളിച്ചാലും മീൻ പിടിക്കാൻ പോകും, രാത്രിയും പകലും. എനിക്കിന്ന് ഭയങ്കര ഹാപ്പിയിലിരിക്കാൻ. അല്ലെങ്കിൽ കഴിഞ്ഞ നമ്മൾ ചലഞ്ച് വീഡിയോയിലൊക്കെ മൊത്തം ഭയങ്കര കരച്ചിലായിരുന്നു, അതുകൊണ്ടിട്ട് ഇന്ന് മൊത്തം ചിരിച്ചോണ്ടിരിക്കുന്നു. വെറുതെ അല്ല, അമ്മ പുറകിൽ നിന്ന് ഒളിച്ച് കളിച്ചോണ്ടിരിക്കുന്നു. അമ്മ അവിടെ നിന്ന് അവരെ ചിരിപ്പിക്കാണ്. ചോദിക്കട്ടാ, റയാൻ റബീഹി ചോദിച്ചത് ലൈവിൽ വരാവോ ചേച്ചി ചേട്ടാ? ലൈവില് നമ്മള് യൂട്യൂബില് ലൈവില് പോയിട്ടില്ലേ കിച്ചു? യൂട്യൂബ് എങ്ങനെയാണ് ലൈവ് പോണേ? എനിക്ക് അതിനെ പറ്റി അറിഞ്ഞൂടാ. ലൈവ് ഓപ്ഷൻ ഉണ്ട്. ലൈവ് നമ്മള് യൂട്യൂബില് ലൈവില് പോയിട്ടില്ല, ഇതുവരെ ശ്രമിച്ചിട്ടുമല്ല എങ്ങനെയാണ് പോവേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് അതിനെ പറ്റി അറിഞ്ഞൂടാ. ഇപ്പം നമ്മൾ പോസ്റ്റ് നമ്മൾ കമ്മ്യൂണിറ്റി ടാഗിൽ ഇരുന്നായിരിക്കും നമ്മൾ ലൈവിൽ പോകണമെന്ന്. ഇൻസ്റ്റാഗ്രാമില് ഒക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ ലൈവിൽ ഇങ്ങനെ പോയി. അടുത്ത മീര മിന്നിസ് ചോദിച്ചിരിക്കുന്നത് ലവ് സ്റ്റോറി റീക്രിയേറ്റ് ചെയ്യാമോ? നമ്മൾ റീക്രിയേറ്റ് എങ്ങനെ വീഡിയോയിലൂടെ റീക്രിയേറ്റ് ചെയ്യാൻ? നമ്മൾ ലവ് സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. ഷബാന സലീം ചോദിച്ചിരിക്കുന്നു നിങ്ങളുടെ നിങ്ങൾക്ക് യൂട്യൂബ് സാലറി കിട്ടുന്നുണ്ടോ? എല്ലാവരും ചോദിക്കുന്നത് എൻ്റെ അടുത്ത് ഭയങ്കരപ്പെട്ട പൈസയാണ് കിട്ടുന്നത്. യൂട്യൂബ് തുടങ്ങുന്നവർക്ക് അറിയാം അതെത്രയാണ് അല്ലേ, എത്രയായിരിക്കും കിട്ടുന്നത്. ഓരോരുത്തർ ചെയ്യുന്നത് പോലെ ഇരിക്കും എന്നും പറഞ്ഞ് ഭയങ്കരപ്പെട്ട വലിയ എമൗണ്ട് അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെയൊന്നും കിട്ടില്ല നമുക്ക്. നമ്മൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ സാധാരണ സർക്കാർ ജോലി പോലെ വീട്ടിലിരുന്നാലും ഒന്നും
പണിയെടുത്തില്ലെങ്കിലൊന്നും കിട്ടും അങ്ങനെയൊന്നുമില്ല. നമ്മളിതിൽ വീഡിയോസൊക്കെ ചെയ്താലേ ഉള്ളൂ. അതൊക്കെ എല്ലാ യൂട്യൂബേഴ്സിനും അങ്ങനെയാണ്. അങ്ങനെ എല്ലാവരും ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്തല്ലേ കാശ് കിട്ടുള്ളൂ. അതുപോലെ അധ്വാനിച്ചാൽ മാത്രമേ എന്തിനും കിട്ടുള്ളൂ. ഒരു ലൈവിന് എപ്പോഴാ വരിക എന്ന് ചോദിച്ചിരിക്കുന്നു. അത് നമ്മളെ ഈ ലൈവ് എന്താണെന്നുള്ള സംഭവമൊക്കെ മനസ്സിലാക്കിയിട്ട് വരാം. റിയ ചോദിച്ചിരിക്കുന്ന ഇനി സ്ത്രീധനം എന്ന ഷോർട്സ് എന്നും ഇടുമോ? നിങ്ങളുടെ ആക്ടിങ് ഇഷ്ടമായി. സ്ത്രീധനം പാർട്ട് എന്നിടാൻ ഇപ്പോൾ കൊറോണ ഒക്കെ ഇല്ല, അപ്പോൾ നമുക്ക് ഔട്ട്ഡോർ ഷൂട്ടൊന്നും അങ്ങനെ ഇല്ല. എന്നാലും മാക്സിമം നമ്മൾ ഇടാൻ വേണ്ടി ശ്രമിക്കാം. അടുത്ത റിഫ്ന പിയ ചോദിച്ചിരിക്കുന്നത് ഹസ്ബൻഡിന്റെ ജോബ് എന്താ? ഇനിയെല്ലാം കറക്റ്റ് ചോദിച്ചു റിപ്പീറ്റ് ക്വസ്റ്റ്യൻ അല്ലല്ലോ. അടുത്ത് നിങ്ങളുടെ വീഡിയോ ഈ അടുത്താണ് കാണുന്നത്, അതുകൊണ്ട് നിങ്ങളെ പറ്റി വലിയ ധാരണ ഒന്നുമില്ല. നമ്മൾ ബ്ലോഗ് എല്ലാം കണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ പേരൊന്ന് പറയാം. പിന്നെ SLC എക്സാം ആണ് വരുന്നത്. എല്ലാരും ഞാൻ ജയിക്കാൻ പ്രാർത്ഥിക്കാം. ഉറപ്പായിട്ടും SLC എഴുതുന്ന എല്ലാവർക്കും വിജയാശംസകൾ. നല്ല മാർക്കോടെ ചേച്ചീനെയും ചേട്ടനെയും എപ്പോഴെങ്കിലും വീട്ടിൽ പിടിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ചേച്ചീനെയും ചേട്ടനെയും എപ്പോഴെങ്കിലും വീട്ടിൽ പിടിച്ചിട്ടുണ്ടോ? ലവ് അടിച്ചോണ്ടിരുന്നപ്പോ പിടിച്ചിട്ടുണ്ടോ എന്നായിരിക്കും. ലവ് അടിച്ചോണ്ടിരുന്ന എന്റെ വീട്ടിൽ പിടിച്ചിട്ടില്ലായിരുന്നു. എന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞതാണ്. ചേട്ടനത് പിടിച്ചിട്ടുണ്ടായിരുന്ന? ചേട്ടൻ്റെ വീട്ടിൽ പിടിച്ചിട്ടുണ്ട്. 5-10 ഭാവിക്ക് എത്ര ഏജ് ആയെന്ന് ചോദിച്ചു. ഇന്ന് ഗംഗ എം. ഭാവിക്ക് ഇപ്പോ 8 മാസം തകഞ്ഞു. ബാക്കിയെല്ലാം റിപ്പീറ്റ് ക്വസ്റ്റ്യൻ അല്ലേ? ബാക്കിയെല്ലാം റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ബാക്കിയുള്ള ഞാനിങ്ങനെ നോക്കി. അപ്പം അടുത്ത അയാന വിജി ചോദിച്ചിരിക്കുന്നത് ചേട്ടനെ ആദ്യം മിസ് ചെയ്ത നിമിഷങ്ങൾ ഏതൊക്കെയായിരുന്നു? എനിക്ക് മിസ് ചെയ്ത് പറയുമ്പോൾ ചേട്ടൻ ജോബിന് പോവല്ലോ, അപ്പോഴെനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലക്കി വന്നതിന് ശേഷം മിസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് മിസ് ചെയ്യാൻ പോവുകയാണ്, തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഏകദേശം എല്ലാവരുടെ ക്വസ്റ്റ്യൻ കവർ ചെയ്തെന്ന് തോന്നുന്നു. പിന്നെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കും. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം ഞാൻ പറയാൻ വേണ്ടി മറന്നു. നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ലക്കി ഫാമിലി 2.0. അപ്പോൾ നമ്മളുടെ മെയിൻ ചാനലിൽ ഈ ചാനൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഈ ചാനൽ നമ്മൾ ലക്കി ഫാമിലി സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ നമ്മളുടെ സെക്കൻഡ് ചാനലും സപ്പോർട്ട് ചെയ്യണം. അതിൽ നല്ല നല്ല സീരീസും വീഡിയോസും നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും നമ്മൾ. അപ്പോൾ എല്ലാവരും ചാനൽ സെർച്ച് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒരു ഷോർട്ട് വീഡിയോ. അതും ലൈക്കും ഷെയറും കമൻസും ഒക്കെ ചെയ്യണം. അപ്പോൾ പിന്നെ കഴിഞ്ഞല്ല ഇതാദ്യമായിട്ട് കാണുന്നവര്, അപ്പോൾ നമ്മളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മളെ വീഡിയോസ് എല്ലാം കാണുക. അപ്പോൾ സ്ത്രീധനം എന്ന പാട്ട് അവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായി നമ്മൾ ഉടൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.